ഡോക്ടർ ജയരാജ് 4245 പേർ രജിസ്റ്റർ ചെയ്തു, എത്തിയത് 623 പേർ മാത്രം. ദേവസ്വം മന്ത്രി VN വാസവൻ ചില കണക്കുകളൊക്കെ നിരത്തിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും ശരിയല്ല എന്ന് ദൃശ്യങ്ങൾ കാണുന്നവർക്ക്, കണ്ടവർക്ക് മനസ്സിലാകും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നന്ദൻകോടുള്ള സുമംഗലി കല്യാണ മണ്ഡപം താങ്കൾക്കറിയാലോ. അവിടെ സംഗമം നടത്തുന്നതായിരുന്നില്ലേ ഇതിലും ഭേദം? എല്ലാവരെയും കെട്ടിയെഴുന്നള്ളിച്ച് പമ്പയിൽ കൊണ്ടുപോകേണ്ടതുണ്ടായിരുന്നോ ഡോക്ടർ ജയരാജ്? ഇതിനകത്ത് രണ്ട് തരത്തിലുള്ള അതായത് ആഗോള അയ്യപ്പ സംഗമം നടത്താനായിട്ട് പോയപ്പോൾ തന്നെ രണ്ട് രീതിയിലുള്ള, ചില ആളുകൾ കോടതിയിൽ പോയി ഇതിനെ ഏത് രീതിയിലും തടയാനായിട്ടുള്ള ശ്രമം നടത്തി. ചില ആളുകൾ വലിയ കൊടിവെച്ച ഹിന്ദുത്വവാദികളെന്ന് അവകാശപ്പെടുന്നവർ തന്നെ ഒരു ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ട ഒരു പരിപാടിയിൽ ആ പരിപാടി പൊളിച്ചെന്ന് അവകാശപ്പെടാൻ വേണ്ടി തത്രപ്പാടുപെടുന്ന കാണുമ്പോൾ സത്യത്തിൽ സങ്കടമാണ് തോന്നുന്നത്. ഒന്ന്, പരിപാടി തുടങ്ങുന്നതിന് മുമ്പിലുള്ള കസേരകളുടെ ഫോട്ടോ എടുക്കുക, ലഞ്ച് ബ്രേക്കിനുള്ള സമയത്തുള്ള ഫോട്ടോ എടുക്കുക, എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം നടക്കുമ്പോൾ എല്ലാ മാധ്യമങ്ങളും അത് കൃത്യമായിട്ട് ടെലികാസ്റ്റ് ചെയ്തതാണ്. അതിനുശേഷം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒഴിഞ്ഞ കസേരകൾ കാണിച്ചിട്ട് ആളില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക. 600 പേർ മാത്രമേ പങ്കെടുത്തുള്ളൂ. ഇങ്ങനെ ഒരു നുണ 100 ആവർത്തി പറഞ്ഞാൽ സത്യമായി തീരുമെന്നുള്ള ഗീബൽസ്യൻ തന്ത്രമൊന്നും ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയയുടെ കാലത്തൊന്നും നിലനിൽക്കില്ല. കാരണം ജനം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന്. ജനം ഈ കുൽസിത പ്രവർത്തികളും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജനം ഇതെല്ലാം വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജനം എന്നുള്ളത് ഒരു ചാനലിൻ്റെ പേരായത് അതിൻ്റെ വൈചിത്ര്യമാണ്, അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ജനം ഇതിനെ വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഒന്ന്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ ഇവിടെ വരികയുണ്ടായി. NRKs ഇഷ്ടംപോലെ ആളുകൾ വരികയുണ്ടായി. കാര്യം നമ്മൾ എല്ലാ ദേശീയ മാധ്യമങ്ങളിലും അതിനെക്കുറിച്ചുള്ള പരസ്യം ചെയ്തു. ആ പരസ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ആഗോള ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട്, ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട്, ടൂറിസ്റ്റ് എന്ന് പറഞ്ഞാൽ തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ രണ്ടും ഞാൻ പർപ്പസ്ഫുള്ളി യൂസ് ചെയ്തതാണ്. കാര്യം നമ്മൾ സിസ്റ്റീൻ ചാപ്പൽ കാണാൻ പോകുന്നത് ക്രിസ്തുമത വിശ്വാസിയായിട്ടല്ലല്ലോ. അവിടെ ഡാവിഞ്ചിയുടെ ചിത്രങ്ങൾ വരച്ചത് കാണാനാണ് ടൂറിസ്റ്റുകൾ കൂടുതലും പോകുന്നത്. അതുപോലെ നമ്മുടെ ഇവിടെ നമ്മൾ ഒരുമയുടെ, ഒത്തൊരുമതയുടെ, മതസൗഹാർദ്ദത്തിൻ്റെ, സെക്കുലർ ഇതിനെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ക്ഷേത്രമുണ്ടെന്നും അതൊരു കാനന ക്ഷേത്രമാണെന്നും നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് കേരളത്തിൻ്റെ തനത് സംസ്കാരമാണ്. അത് മറ്റുള്ളവർ അറിയുന്നത് കൊണ്ട് ആർക്കാണ് എന്ത് ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ആളുകൾ വരട്ടെ, കാണട്ടെ. ഇങ്ങനെയുള്ള സ്ഥലം ശ്രീനാരായണ ഗുരു പറഞ്ഞ കണക്കല്ല, ജാതിഭേദം മതദ്വേഷം ലോകമെമ്പാടുമുള്ള സോദരത്തേന അയ്യപ്പ ഭക്തർ ഇതൊക്കെ അറിഞ്ഞു അല്ലേ? ദേശീയ ലക്ഷ്യങ്ങൾ പൂർണ്ണമായും കൈവരിച്ചു സംഗമം, അങ്ങനെ തന്നെ പറയാം. തീർച്ചയായിട്ടും അറ്റ്ലീസ്റ്റ് ഒരു ഡിബേറ്റ് എങ്കിലും പൂർണ്ണമായി കൈവരിച്ചു എന്ന് നമുക്ക് ഒരു സംഗമത്തിനും ഒരു ഇനീഷ്യൽ പ്രോഗ്രാമിനും പൂർണ്ണമായി കൈവരിച്ചു എന്ന് നമുക്ക് അവകാശപ്പെടാനാവില്ല. അത് കാലം വിലയിരുത്തേണ്ടതാണ്, അല്ലെങ്കിൽ ജനങ്ങൾ വിലയിരുത്തേണ്ടതാണ്, അല്ലെങ്കിൽ ചരിത്രം അതിന് ഇതൊരു നല്ലൊരു ഇനീഷ്യേറ്റീവാണ്. ആ ഇനീഷ്യേറ്റീവിൻ്റെ തുടക്കം എന്നുള്ള രീതിയിൽ ഒരു മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ആളുകളും, ഈ പറഞ്ഞ എല്ലാ ഹിന്ദുമതത്തിലുള്ള എല്ലാ ജാതി സംഘടനകളുടെയും പ്രതിനിധികൾ അവിടെ ഉണ്ടായിരുന്നു. അത് ബ്രാഹ്മണ സഭ ആയിക്കോട്ടെ, പുലേ മഹാസഭ ആയിക്കോട്ടെ, NSS ആയിക്കോട്ടെ, SNDP ആയിക്കോട്ടെ, മറ്റൊരു വിളക്കത്തിലെ നായർ സമുദായം ആയിക്കോട്ടെ, അങ്ങനെ ജാതികളിലും ഉപജാതികളിലുമുള്ള എല്ലാ പ്രതിനിധികളും അതിനകത്ത് പങ്കെടുത്തു. ഇതിനകത്ത് പുറംതിരിഞ്ഞു നിന്ന ആരാണ്? ഇതിനകത്ത് ഹിന്ദുക്കളല്ല തിരിഞ്ഞു നിന്നെന്നുള്ള ഹിന്ദുത്വവാദികൾ ഇതിനെ ആദ്യം തൊട്ടേ ഓപ്പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഹിന്ദുത്വവും ഹിന്ദു മതവും രണ്ടാണ്. ഹിന്ദുത്വവാദം ഉയർത്തിപ്പിടിക്കുന്ന പ്രത്യയശാസ്ത്രം വേറെയാണ്, അത് വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രമാണെന്നും ശബരിമലയുടേത് ഒരുമിച്ച് ചേർത്ത് പിടിക്കുന്ന ഒരുമയുടെ പ്രത്യയശാസ്ത്രമെന്നും ഉറക്കെ വിളിച്ചു പറയുകയാണ് കേരള സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ ഈ ഒരു പ്രവൃത്തിയിലൂടെ ചെയ്തത്. അതുമാത്രമല്ല, ലോകത്തിലുള്ള മുഴുവൻ ആളുകളെയും ഇവിടെ വരാനും കാണാനും ക്ഷണിക്കുകയാണ്. ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന് 7 വർഷം മുമ്പ് ശബരിമലയിൽ ആ പ്രത്യയ ശാസ്ത്രമൊന്നും അവതരിപ്പിച്ചില്ലല്ലോ. അവിടെ അടിച്ചൊതുക്കുക, അല്ലെങ്കിൽ വിശ്വാസികളെ ഉന്മൂലനം ചെയ്യുക, അവരെ നിശബ്ദരാക്കുക എന്ന കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രമാണല്ലോ പയറ്റിയത് 7 വർഷം മുമ്പ്, 2018. താങ്കളത് ഓർക്കുന്നുണ്ടാവും. അതൊരു പിൽഗ്രിമേജ് സ്ഥലമാണ്. അവിടെ അക്രമങ്ങൾ ഉണ്ടാക്കുന്നവരെ അതിൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. അതിനകത്ത് ഈ കോടതി വിധി സമ്പാദിക്കാനായിട്ട് ആരാണ് പോയത്? ശബരിമല യുവതീ പ്രവേശമായിട്ട് ബന്ധപ്പെട്ട് കോടതി വിധിക്ക് വേണ്ടി മുന്നിൽ പോയത് ആരാണ്?
അതുപോലെ തന്നെ മറ്റു പല നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളിൽ യുവതീ പ്രവേശനം അനുവദിപ്പിച്ചത് ആരാണ്? എന്നാൽ ശബരിമലയുടെ കാര്യം, കേസരിയിൽ വന്നിട്ടുള്ള മുഖപ്രസംഗം, അതിനുശേഷം യു ടേൺ, പെട്ടെന്നൊരു യു ടേൺ ആണ് എടുക്കുകയുണ്ടായത് ശബരിമലയുടെ വിഷയത്തിൽ. അതാണ് ചില ആളുകൾ പറഞ്ഞതുപോലെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാൻ ഇടതുപക്ഷ ശ്രമിക്കുന്നത്. അങ്ങനെ ഗോൾഡൻ സഹയാത്രികർക്ക് ഓപ്പർച്യൂണിറ്റി അതുപോലെ CPM സഖാക്കന്മാർക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ.